ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ 18 ദിവസത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. നമ്മൾ ഇന്ന് അധ്യായം 12 ഭക്തിയോഗം, നമ്മുടെ 12ാമത്തെ അധ്യായം ഭക്തിയോഗമാണ്. ഇന്ന് 12ാമത്തെ അധ്യായം ഭക്തിയോഗമാണ്. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഏത് യോഗമാണ്? നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് യോഗത്തിൽ വരുന്നതാ? ഭക്തിയോഗം. ഭക്തിയോഗത്തിലല്ലേ? 7 മുതൽ 12 വരെയുള്ള അധ്യായം ഭക്തിയോഗമാണ്. 1 മുതൽ 6 വരെയുള്ള അധ്യായം ഏത് യോഗമായിരുന്നു? കർമ്മയോഗം. ഇനി 13 മുതൽ 18 വരെയുള്ള അധ്യായം ജ്ഞാനയോഗം അല്ലെ? അപ്പൊ ഇന്ന് 12ാമത്തെ അധ്യായം ഭക്തിയോഗം. അപ്പൊ നമ്മൾ ഇന്നലെ നല്ലൊരു അധ്യായം കണ്ടിട്ടുണ്ടായിരുന്നു. ഏതാണ് ഇന്നലെ നമ്മൾ പഠിച്ച അധ്യായം? എന്റെ വിശ്വരൂപ ദർശനം നമ്മൾ കണ്ടു അല്ലെ? നമ്മൾ എടുത്തു, വിശ്വരൂപം ദർശിച്ചു നമ്മൾ ഇന്നലെ അല്ലെ? എന്തൊക്കെയായിരുന്നു ഭഗവാന്റെ വിശ്വരൂപത്തിൽ പറഞ്ഞ കാര്യങ്ങള്? 1000 സൂര്യചന്ദ്രൻ സൂര്യന്മാർ ഉദിച്ച പോലെയായിരുന്നു ഭഗവാന്റെ വിശ്വരൂപത്തിന്റെ ആ പ്രഭാപൂരം എന്ന് പറഞ്ഞു അല്ലെ? സഞ്ജയൻ പറഞ്ഞു കൊടുക്കുകയാണ്, ധൃതരാഷ്ട്ര അടുത്ത് പറഞ്ഞു കൊടുത്തു. പിന്നെന്ത് കണ്ടു? ഭഗവാന്റെ വിശ്വരൂപം മറ്റുള്ള അവതാരങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? മറ്റുള്ള അവതാരങ്ങള് പരവ്യോമത്തില് സ്ഥിതി ചെയ്യുന്നതാണ്. പക്ഷെ വിശ്വരൂപം അങ്ങനെയല്ല. അത് അർജുനന് കാണിച്ചു കൊടുത്തു, അർജുനൻ കണ്ടു, അത് കഴിഞ്ഞു, അത്രേ ഉള്ളു വിശ്വരൂപം. പക്ഷെ മറ്റുള്ള ഭഗവാന്റെ അവതാരങ്ങള് വൈകുണ്ഠ ലോകങ്ങളില് പരവ്യോമത്തില് നിലനിൽക്കുന്നതാണ് നമുക്ക് മനസ്സിലായി. പിന്നെന്താ കണ്ടത് നമ്മൾ ഇന്നലെ വിശ്വരൂപത്തില്? യുദ്ധത്തിന് വേണ്ടി പേടിക്കേണ്ട, ധൃതരാഷ്ട്രപുത്രന്മാർ ഭീഷ്മർ ദ്രോണർ എല്ലാരും ചതഞ്ഞരയുന്നതായിട്ട് കണ്ടു. അതുകൊണ്ട് അർജുനൻ കണ്ടത് എന്നല്ല, വിശ്വരൂപം കാണിക്കാനാണ് ചോദിച്ചത്. പക്ഷെ ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുത്തു, കാലരൂപം കാണിച്ചു കൊടുത്തു, 4000 രൂപം കാണിച്ചു കൊടുത്തു, ശ്രീകൃഷ്ണനായിട്ടും കാണിച്ചു കൊടുത്തു അല്ലെ? അപ്പൊ അതിൽ അർജുനന് കാലരൂപം കണ്ടപ്പോ പേടിയായി അല്ലെ? അപ്പൊ അർജുനൻ കാലരൂപം കണ്ടപ്പോ നമ്മൾ പേടിച്ചിട്ട് പിച്ചും പേയും പറയുന്ന പോലെ അർജുനൻ ഭഗവാനോട് പറയാൻ തുടങ്ങി. കാരണം കണ്ടാണ് ഞാൻ ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഞാൻ കുറെ വിഷമിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഒട്ടും മര്യാദ രീതിയിൽ പെരുമാറിയിട്ടില്ല എന്നാ ഭഗവാനോട് പറയുന്നത്. അത്രയും എന്താ പറയണത്, അപഹസിച്ചിട്ടുണ്ടെന്നാ പറയുന്നത് ഭഗവാന്റെ അടുത്ത് അർജുനൻ. അപ്പൊ അങ്ങനെ ക്ഷമ ചോദിക്കാണ്. ജഗന്നാഥ എന്നൊക്കെ വിളിക്കുന്നത് ലാസ്റ്റ് എത്തിയപ്പോഴേക്കും. കാരണം വെച്ചാൽ അത്രയും നേരം വിളിച്ചിരുന്ന രീതിയൊക്കെ മാറി. കാരണം ഭഗവാനെ ആ ജഗത്ത് മുഴുവനും, ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നത് അർജുനൻ കണ്ടപ്പോ അർജുനൻ ആകെ ഭഗവാന്റെ ആ കാലരൂപവും ദ്രംഷ്ടകളും ഒക്കെ കൂടി കണ്ടപ്പോ ആകെ വിഷമിച്ച് പ്രയാസപ്പെട്ടു അർജുനൻ. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ആ നാരായണ രൂപം കാണിച്ചു, ശ്രീകൃഷ്ണ രൂപം കാണിച്ചപ്പോഴാണ് അർജുനന് സമാധാനാവുന്നത്. അപ്പൊ അർജുനൻ പറയുന്നുണ്ട്, ഇപ്പൊ എനിക്ക് സമാധാനമായി ഈ രൂപം കണ്ടപ്പോഴെന്ന്. ഭഗവാൻ എന്നിട്ട് എന്താ പറഞ്ഞത്? ഭഗവാന്റെ ആ ശ്രീകൃഷ്ണ രൂപം കാണാന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ആർക്കും സാധിക്കുന്ന കാര്യമല്ല അല്ലെ? ബാക്കി നാരായണ രൂപം പിന്നെയും പറ്റും, പക്ഷെ കൃഷ്ണരൂപത്തിൽ എന്നെ കാണാന്ന് പറഞ്ഞാല് എളുപ്പത്തിൽ സാധിക്കില്ല. അത് എങ്ങനെ മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു? കൃഷ്ണരൂപം കാണണമെങ്കിൽ ഭക്തി
ഭക്തിയുടെ മാത്രമേ ഭഗവാനെ ശ്രീകൃഷ്ണ രൂപത്തിൽ ഭഗവാനെ കാണാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ മാത്രമേ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ കാണാനായിട്ടും ഭഗവാൻ അറിയാൻ സാധിക്കുള്ളൂ എന്നുള്ളത് ഭഗവാൻ ഇന്നലൂടെ നമുക്ക് പറഞ്ഞു തന്നു. ലാസ്റ്റത്തെ ശ്ലോകത്തില് ഭഗവാൻ എന്നിട്ട് എന്ത് പറഞ്ഞ നിർത്തുന്നത്? ഭഗവാന്റെ ശുദ്ധ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാമ്യകർമ്മങ്ങള്, അതിനെ ഊഹാപോഹങ്ങള്, അതിന്റെ ഒന്നും മാലിന്യമില്ലാത്ത, പിന്നെ ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യാൻ ഭഗവാൻ ജീവിതത്തിന്റെ പരമ ലക്ഷ്യമായിട്ട് എടുക്കുന്ന എല്ലാ സർവഭൂതങ്ങളോടും എല്ലാ ജീവാത്മാക്കളെയും സുഹൃത്തായിട്ട് കാണുന്ന, എല്ലാ ജീവാത്മാക്കളോട് സുഹൃത്തായിട്ട് കാണുന്ന വ്യക്തി ഭക്തനാണ്. ഇനി ഭക്തന് നിശ്ചയമായിട്ടും എന്നെ പ്രാപിക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ അറിയാൻ സാധിക്കുള്ളൂ. ഒരു ഭക്തന് മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു നിൽക്കുന്നത്. ഒന്ന്, ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കുള്ളൂ. രണ്ടാമത്തത്, ഒരു ഭക്തന് മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ. അപ്പൊ ഇന്ന് 12ാമത്തെ അധ്യായത്തില് ഭക്തി എങ്ങനെ ചെയ്യാന്നും ഒരു ഭക്തൻ എങ്ങനെയുള്ളവനാണെന്നാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ പഠിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്, വേറെ ഒന്നും ഇതിൽ പറയുന്നില്ല. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്, ഒന്ന് ഭക്തി, ഒന്ന് ഭക്തനും. രണ്ടുമാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ പഠിക്കുന്നത്. അപ്പൊ അധ്യായം 12 ഭക്തിയോഗം. ചെറിയൊരു അധ്യായമാണ്, പക്ഷെ ഉള്ളത് മുഴുവൻ അങ്ങനത്തെ കാര്യങ്ങളാണ് അതിൽ അധ്യായത്തിൽ, 12ാമത്തെ അധ്യായത്തിൽ കേട്ടോ. നമുക്ക് ശ്രദ്ധിച്ചിരിക്കേണ്ട അധ്യായമാണിത് 12ാമത്തെ അധ്യായം. നമ്മൾ 9ാമത്തെ പറയുന്ന പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു അധ്യായമാണിത്. അധ്യായം 12 ഭക്തിയോഗം. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച ഏവം സതതയുക്തായേ ഭക്താ സ്വാം പരിഭാസത്തെ യേ ചാപ്യക്ഷരം അവ്യക്തം തേഷാം യോഗാവിത്തമഃ. അർജുനൻ ചോദിച്ചു, എല്ലാ സമയവും അങ്ങയുടെ ഭക്തി സേവനത്തിൽ തന്നെ ഉചിതമായി ഏർപ്പെട്ടു പോരുന്നവരോ അതോ പ്രത്യക്ഷമല്ലാത്ത അവ്യക്ത ബ്രഹ്മത്തെ ആരാധിക്കുന്നവരോ ഉപാസിക്കുന്നവരോ ആരാണ് കൂടുതൽ പരിപൂർണതയുള്ളവർ? ഇവിടെ അർജുനൻ ചോദിക്കുകയാണ് ഭഗവാന്റെ അടുത്ത്, എല്ലാ സമയവും അങ്ങയുടെ ഭക്തി സേവനത്തില് ഉചിതമായി ഏർപ്പെട്ടു പോരുന്നവരാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു അല്ലെ, ഭക്തിയോടെ ഭഗവാനെ പ്രാപിക്കണം, ഭഗവാനെ സേവിക്കണം എന്ന് പറഞ്ഞു. സതതം കീർത്തയന്തോമാം അല്ലെ, അങ്ങനെ പറഞ്ഞത്. ഭഗവാൻ എപ്പോഴും കീർത്തിച്ചുകൊണ്ടിരിക്കുക, ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുക, ഭഗവത് സേവനം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഭഗവാനോട് അർജുനൻ ചോദിക്കാണ്, അങ്ങനെ ഭക്തിയോടെ ഭഗവാന്റെ സേവനത്തിൽ തന്നെ ഉചിതമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണോ അതോ പ്രത്യക്ഷമല്ലാത്ത അവ്യക്ത ബ്രഹ്മത്തെ ഉപാസിക്കുന്നവരോ? പ്രത്യക്ഷമല്ലാത്ത അവ്യക്ത ബ്രഹ്മത്തെ ഉപാസിക്കാന്ന് വെച്ചാൽ ഭഗവാന്റെ ആ മൂന്ന്, നമ്മൾ ആദ്യം ആ പരമസത്യത്തിന്റെ 3 ഭാവം കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ, ബ്രഹ്മം, പരമാത്മാ, ഭഗവാൻ. അതിൽ ആ ബ്രഹ്മം ഭഗവാന് രൂപമില്ലാതെ പ്രകാശമാണെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നവര്, ആ ബ്രഹ്മത്തെ ആരാധിക്കുന്നവരാണോ കൂടുതൽ പരിപൂർണതയുള്ളവരെന്നാണ് ഇവിടെ അർജുനൻ ചോദിക്കുന്നത്. അപ്പൊ രണ്ടുപേരെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഒന്ന്, ഭഗവാന്റെ ഭക്തിയുടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, അതായത് ഭഗവാൻ ഒരു വ്യക്തിയായി കണ്ട് ഭഗവാനെ ഒരു വ്യക്തി രൂപത്തിൽ ഭഗവാൻ ആരാധിക്കുന്നവരാണോ, അതല്ല ഭഗവാൻ ഒരു വ്യക്തിയല്ലാതെ അവ്യക്തമായ ബ്രഹ്മത്തെ ഭഗവാൻ ഒരു പ്രകാശമായിട്ട് ചിന്തിച്ച് ആ പ്രകാശത്തെ ആരാധിക്കുന്നവരാണോ കൂടുതൽ പരിപൂർണതയുള്ളവരെന്നാണ് ഇവിടെ അർജുനൻ ചോദിക്കുന്നത്. നമുക്ക് എന്താ മനസ്സിലായിട്ടുള്ളത്? ഇതിലേതാണ് കൂടുതൽ പരിപൂർണതയുള്ളവര്? ആരായിരിക്കും കൂടുതൽ പരിപൂർണതയുള്ളവര്? വ്യക്തിയായിട്ട് അല്ലെ. വ്യക്തി എന്തുകൊണ്ടാണ് വ്യക്തിയായിട്ടെന്ന് പറയാൻ കാരണം? നമ്മള് ശ്രീകൃഷ്ണ രൂപത്തില് വ്യക്തിയായിട്ടെന്ന് പറയാൻ നമുക്ക് എന്തൊക്കെയാ നമ്മൾ പറയണത്? വ്യക്തിയും പ്രകാശവും തമ്മിൽ വ്യത്യാസം എന്തായിരിക്കും നമ്മൾ ആരാധിക്കുമ്പോ? മനുഷ്യരൂപത്തിൽ ഭഗവാൻ വന്ന കാരണല്ലേ? നമ്മുടെ മനസ്സിൽ ആ രൂപം മനസ്സിലത് നിൽക്കും അല്ലെ? ജയശ്രീ മാതാജി പറഞ്ഞത് അല്ലെ. നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ ആ വ്യക്തി രൂപത്തിൽ ഭഗവാൻ ആരാധിക്കുമ്പോ നമ്മളെ മനസ്സിൽ എന്താണ്? ആ വ്യക്തിയായിട്ട് ആ രൂപം നമ്മളെ മനസ്സിൽ നിൽക്കും. നമ്മൾ പ്രകാശ രൂപത്തിൽ ഭഗവാൻ ആരാധിച്ച നമ്മളെ മനസ്സിൽ ആ പ്രകാശം നിന്നിട്ട് വല്ല കാര്യമുണ്ട്? നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ നമ്മളൊരു വ്യക്തിയായിട്ട് ഭഗവാനെ കാണുമ്പോൾ എന്താണ്? നമ്മൾ ആ വ്യക്തിയെ കണ്ട് നമുക്ക് ആ വ്യക്തിക്ക് വേണ്ടി ആ രൂപം നമ്മളെ മനസ്സിൽ പതിയും ഭഗവാന്റെ. നമുക്ക് എന്താണ്? നമുക്ക് മാല ചാർത്തി കൊടുക്കാം, ഭംഗിയിൽ ഒരുക്കി കൊടുക്കാം, നമുക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോഴാണ് നമ്മൾ എന്ത് വ്യക്തി സേവനം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഏതാണ് പരിപൂർണതയുള്ളത്.
വ്യക്തി രൂപത്തില് ഭഗവാൻ ആരാധിക്കുന്നത്. അപ്പൊ ഭഗവാൻ എന്താ പറയുന്നത് ഇവിടെ? ശ്രീ ഭഗവാൻ ഉവാച മയ്യാ വേശ്യമനോ യേ മാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേത സമേ യുക്തതമാമതഃ. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, എന്റെ വ്യക്തി രൂപത്തിൽ എന്നെ മനസ്സുറപ്പിച്ച് അതീന്ദ്രിയമായ ദൃഢവിശ്വാസത്തോടെ എല്ലായ്പ്പോഴും എന്നെ ആരാധിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നവരാണ് ഏറ്റവും പരിപൂർണതയുള്ളവരെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഇവിടെ ഭഗവാൻ എന്താ പറയുന്നത്? എന്നെ വ്യക്തി രൂപത്തിൽ തന്നെ മനസ്സുറപ്പിച്ച് ഭഗവാന്റെ വ്യക്തി രൂപത്തില് മനസ്സുറപ്പിച്ച് അതീന്ദ്രിയമായ ദൃഢവിശ്വാസത്തോടെ, ഭയങ്കര ദൃഢവിശ്വാസത്തോടെ എല്ലായ്പ്പോഴും എന്നെ ആരാധിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നവരാണ് ഏറ്റവും പരിപൂർണതയുള്ളവരെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഏറ്റവും പരിപൂർണതയുള്ളവരെന്ന് പറയുന്നത് ഭഗവാനെ വ്യക്തി രൂപത്തിൽ ആരാധിക്കുന്നവരാണെന്ന് ഭഗവാൻ പറയുന്നു. ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട്, നമുക്കൊരു വ്യക്തിയായിട്ട് ഭഗവാനെ പല രീതിയിലും നമുക്ക് ഒരുക്കി കൊടുക്കാം, നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട്. പക്ഷെ ആ പ്രകാശത്തിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ വ്യക്തി രൂപത്തിൽ ഭഗവാനെ ആരാധിക്കുന്നവരാണ് ഏറ്റവും പരിപൂർണതയുള്ളത് എന്ന് ഭഗവാൻ പറയുന്നു. അർജുനൻ എന്തിനാ ഇങ്ങനെ ഒരു ചോദ്യം ഭഗവാനോട് ചോദിക്കുന്നത്? അർജുനൻ എങ്ങനെയാണ് ഭഗവാൻ ആരാധിക്കുന്നത്? സുഹൃത്തായല്ലേ ആദ്യമേ? അതായത് വ്യക്തിയായിട്ടാണോ ബ്രഹ്മമായിട്ടാണോ? വ്യക്തിയായിട്ട് അല്ലെ? അർജുനനും വ്യക്തിയായിട്ടാണ് ഭഗവാൻ ആരാധിക്കുന്നത്. അപ്പൊ അർജുനൻ അതും കൂടി അറിയണമായിരുന്നു, തന്റെ നിലപാട് ശരിയാണോന്ന്. തന്റെ നിലപാട് ശരിയാണോന്ന് കൂടി അർജുനൻ അറിയണം. അതിനും കൂടിയിട്ടാണ് അർജുനൻ ഇങ്ങനെ ഭഗവാനോട് ചോദിക്കുന്നത്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, വ്യക്തി രൂപത്തിൽ എന്നെ ആരാധിക്കുന്നതാണ് ഏറ്റവും പരിപൂർണതയുള്ളതെന്ന് ഭഗവാൻ ഇവിടെ പറയാണ്. എന്നിട്ട് ഭഗവാൻ ഇങ്ങനെ എന്താ പറയണത്? ഏതക്ഷരമനിർദ്ദേശ്യ അവ്യക്തം പരിഭാസത്തെ സർവത്രാഗമചിന്യം ച കുടസ്ഥാമജലം ധ്രുവം സംനിയമേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതാഹിതേ രതഃ. എന്നാൽ അപ്പൊ ഭഗവാൻ പറഞ്ഞു, എന്നെ വ്യക്തി രൂപത്തിൽ ആരാധിക്കുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠതയുള്ളതെന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ ഇവിടെ അടുത്തിൽ പറയാണ്, എന്നാൽ ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ച് എല്ലാവരിലും സമഭാവനയോടെ സർവജീവികളുടെയും നന്മയിൽ തൽപരരായിക്കൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തതും അവ്യക്തതും സർവവ്യാപ്തവും അചിന്യവും സ്ഥിരവും മാറ്റമില്ലാത്തതും ഉറച്ചതുമായതിന് ആ നിരപേക്ഷ തത്വത്തെ, അതായത് വ്യക്തിശൂന്യ സങ്കല്പത്തെ പൂർണ്ണമായും ഉപാസിക്കുന്നവരും ഒടുവിൽ എന്നെ തന്നെ പ്രാപിക്കുന്നു. അപ്പൊ ആദ്യം ഭഗവാൻ പറഞ്ഞു വ്യക്തി രൂപത്തിൽ ആരാധിക്കുന്നതാണ് ഏറ്റവും പരിപൂർണതയുള്ളതെന്ന് ഭഗവാൻ പറഞ്ഞു. അതിനുശേഷം പറയാണ്, എന്നാൽ നേരെ ഒന്നുകൂടി പറയാണ്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച്, അതായത് എല്ലാവരിലും സമഭാവന, ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ചു എല്ലാവരെയും സമഭാവനയോടെ കാണാൻ സർവ്വജീവികളുടെയും നന്മയിൽ തൽപരരായിക്കൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തതും ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത അവ്യക്തമായിട്ടുള്ള സർവവ്യാപ്തമായിട്ടുള്ള അചിന്ത്യമായിട്ടുള്ള സ്ഥിരവും മാറ്റമില്ലാത്തതും ആയ ഒന്ന്, അതായത് ആ വ്യക്തിശൂന്യ സങ്കല്പത്തെ അതിനെ ഉപാസിക്കുന്നവരും ഒടുവിൽ എവിടെ തന്നെ എത്തും? എന്നെ തന്നെ പ്രാപിക്കും. അപ്പൊ ഭഗവാൻ രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താണ് ഇവിടെ? ആദ്യം പറഞ്ഞു വ്യക്തി രൂപത്തിൽ എന്നെ ആരാധിക്കുന്നതാണ് ഏറ്റവും പരിപൂർണതയുള്ളത്. പക്ഷെ എന്നിട്ട് പറയാണ്, പക്ഷെ ഈ അവ്യക്ത ബ്രഹ്മത്തിൽ അവ്യക്തമായ രൂപത്തിൽ ആരാധിക്കുന്നവര്, അവ്യക്ത ഭാവത്തിൽ ആരാധിക്കുന്നവരും ഒടുവിൽ ആരെ തന്നെ പ്രാപിക്കും? പ്രാപിക്കും. അത് അപ്പൊ എങ്ങനെയാണ് അവിടെ പറയുന്നത്? ഭഗവാനെ ബ്രഹ്മമായിട്ട് ആരാധിച്ചാലും ഭഗവാനിലേക്ക് തന്നെ എത്തും. പക്ഷെ എന്താണ്? സമയം എടുക്കും അത്. മറ്റവരെന്താണ്? ഭഗവാനെ വ്യക്തിമായിട്ട് രൂപത്തിൽ ആരാധിക്കുന്നു, പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് ഭഗവാനിക്ക് നമുക്ക് സാധിക്കും, ഭഗവാനെ പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ അവ്യക്തമായ രൂപത്തിൽ ഭഗവാൻ ആരാധിക്കുമ്പോ എന്താണ്? ആദ്യം നമ്മൾ അവ്യക്തമായ രൂപത്തിൽ ആരാധിക്കുന്നു, പിന്നെ നമുക്ക് എന്താണ്? അപ്പൊ അവ്യക്തമായ ബ്രഹ്മത്തില് പ്രകാശത്തിലായിരിക്കും നമ്മൾ ലയിക്കുന്നത്. പിന്നെ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാധിക്കും? വീണ്ടും നമ്മള് ഭഗവാനെ ആരാധിച്ച് നമുക്ക് പതുക്കെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്ന് അടുത്തതാണ് പരമാത്മ സാക്ഷാത്കാരം, പിന്നെ ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കും. അപ്പൊ ബ്രഹ്മത്തെ ആരാധിച്ചാലും നമുക്ക് സാധിക്കും. പക്ഷെ എന്താണത്? സമയം. എല്ലാവർക്കും സാധിക്കണമെന്നില്ല, അത് ആഗ്രഹം അനുസരിച്ച്, അത് ഓരോരുത്തരുടെ തോതനുസരിച്ച്. പക്ഷെ ഭഗവാൻ പറയാണ്, അപ്പൊ അവ്യക്തിഗതമായ ബ്രഹ്മത്തെ ആരാധിക്കുന്നവരും പൂർണ്ണമായിട്ടും ഒടുവിൽ എന്നെ തന്നെ എത്തിച്ചേരും എന്ന് ഭഗവാൻ പറയണം. അവരും എവിടേക്ക് എത്തും? ഭഗവാനിലേക്ക് തന്നെ എത്തുമെന്ന് ഭഗവാൻ പറയണം. അപ്പൊ അതിന് സമയെടുക്കും, മറ്റേത് പെട്ടെന്ന് കഴിയും. ക്ലേശോധികതരസ്തേഷു അവ്യക്താസക്ത ചേതസാം അവ്യക്താ ഹി ഗതിർദുഃഖം ദേഹവത്പിരവാപ്യത്തെ. പരമപുരുഷന്റെ അവ്യക്തവും വ്യക്തിശൂന്യവുമായ ഭാവത്തിൽ ആസക്ത ചിത്തരായവർക്ക് പുരോഗമനത്തിന് പ്രയാസമേറും.
ശരീരികൾക്ക് ഈ വഴിക്കുള്ള മുന്നേറ്റം സദാ ദുഷ്കരവുമാണ്. അപ്പോൾ അവ്യക്തമായിട്ടുള്ള ഭാവത്തില് ഭഗവാനെ അവ്യക്തമായ രൂപത്തിൽ ആരാധിക്കുന്നവർക്ക്, ആസക്ത ചിത്തരായവർക്ക് അപ്പൊ പുരോഗമനത്തിനവിടെ എന്താണ് പ്രയാസം ഉണ്ടാകും. അവർക്ക് പെട്ടെന്ന് അവർക്ക് സാധിക്കില്ല. ശാരീരികൾക്ക് ഇത്തരത്തിലുള്ള ഈ വഴിക്കുള്ള മുന്നേറ്റം സദാ ദുഷ്കരമാണ്. അപ്പൊ ശാരീരിക ബോധത്തിൽ ഇരിക്കുന്നവർക്ക് ഈ വഴിക്കുള്ള മുന്നേറ്റം വളരെ ദുഷ്കരമാണ്. വ്യക്തിശൂന്യ ഭാവത്തിൽ ആസക്തരായവർക്കും പുരോഗമനത്തിന് എന്താണ്, അതും പ്രയാസം കൂടുതലാണ്. പക്ഷെ അവർക്ക് അപ്പൊ എന്താണ്, സാധിക്കും, പക്ഷെ അവർക്ക് സമയം എടുക്കുന്നു മാത്രം. ഇവിടെ പറയുന്നത്, നമുക്ക് തെരുവില് പല സ്ഥലത്തും തപാൽ പെട്ടികൾ കാണാം. ഇവയിൽ നമ്മൾ കൊണ്ടുപോയിടുന്ന കത്തുകൾ സ്വാഭാവികമായി നിഷ്പ്രയാസം ഉദ്ദിഷ്ട സ്ഥാനങ്ങളിൽ എത്തുന്നു. എന്നാൽ തപാൽ പെട്ടികൾ എന്ന് ആധികാരികമായി പ്രഖ്യാപിക്കാത്ത ഏതെങ്കിലും പഴയ പെട്ടികളിലൂടെ ഈ പ്രക്രിയ നടത്താനാവില്ല. അങ്ങനെ അംഗീകൃതമായ പ്രാതിനിധ്യമുള്ള ഒരു വിഗ്രഹ രൂപം ഈശ്വരനുണ്ട്. അതിനെ അർച്ചാ വിഗ്രഹം എന്ന് പറയുന്നു. ഈ അർച്ചാ വിഗ്രഹം പരമപുരുഷന്റെ അവതാരമാണ്. ഇവിടെ അർച്ചാ വിഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മളിപ്പോ കാണുന്ന വിഗ്രഹങ്ങൾ, അതിനെ കുറിച്ച് എന്താ പറയുന്നത്? തെരുവില് പല സ്ഥലത്തും തപാൽ പെട്ടി ഉണ്ടാവും. ആ തപാൽ പെട്ടികളില് നമ്മൾ കൊണ്ടുപോയിടുന്ന കത്തുകള് സ്വാഭാവികമായിട്ടും എവിടേക്ക് എത്തും? നിർദ്ദിഷ്ട സ്ഥാനങ്ങൾ. നമ്മൾ എഴുതിയ അഡ്രസ്സിൽ തന്നെ ആ കത്തുകൾ കിട്ടും. നമ്മളിപ്പോ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടാവും, ആ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ ഉണ്ടാവും തപാൽ ബോക്സ്. അല്ലാതെ തെരുവിലും പല സ്ഥലത്തും സ്ഥാപിച്ചിട്ടുണ്ടാവും. അപ്പൊ അവിടെ കൊണ്ട് ലെറ്റർ ഇട്ടാലും ആ ലെറ്റർ എവിടേക്ക് കിട്ടും? നമ്മൾ അഡ്രസ്സ് എഴുതിയ സ്ഥലത്ത് തന്നെ ആ ലെറ്റർ കിട്ടും. പക്ഷെ ഈ തപാൽ പെട്ടി അവര് വെച്ചിരിക്കുന്ന തപാൽ പെട്ടികളിൽ ലെറ്റർ ഇട്ടാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതല്ല ഏതെങ്കിലും ബോക്സിൽ കൊണ്ട് ലെറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടില്ല, അവിടെ കിട്ടില്ല. തപാൽ പെട്ടികളെന്ന് ആധികാരികമായി പ്രഖ്യാപിക്കാത്ത ഏതെങ്കിലും പെട്ടികളിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ പറഞ്ഞ പോലെ അഡ്രസ്സിൽ ആ ലെറ്റർ പോകില്ല, അത് അവിടെ കിടക്കും. അങ്ങനെ അംഗീകൃത പ്രാതിനിധ്യമുള്ള ഒരു വിഗ്രഹ രൂപം ഈശ്വരനുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? അർച്ചാ വിഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അർച്ചാ വിഗ്രഹം എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? ഭഗവാന്റെ നമുക്ക് ദർശിക്കാൻ സാധിക്കാവുന്ന രീതിയിലുള്ള ഭഗവാന്റെ ഈ ഭൗതിക പ്രപഞ്ചത്തില് ഭൗതികമായ മൂലകങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഭഗവാന്റെ ഒരു അവതാരമാണ് എന്ത്? അർച്ചാ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അംഗീകൃതമായ പ്രാതിനിധ്യമുള്ള ഒരു വിഗ്രഹ രൂപം, അതാണ് എന്ത്? അർച്ചാ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമുക്ക് കാണാവുന്ന, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ, അതായത് നമ്മുടെ ഈ ഭൗതിക മൂലകങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഭഗവാന്റെ അവതാരം എന്താണ്? ഭൗതിക ലോകത്തില് നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ഭഗവാന്റെ അവതാരങ്ങളാണ് എന്ത്? ഈ അർച്ചാ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഈ അർച്ചാ വിഗ്രഹം ഭഗവാന്റെ അവതാരമാണ്. എന്താ പറയുക, അംഗീകൃതമായ പ്രാതിനിധ്യമുള്ള ഒരു വിഗ്രഹ രൂപമാണ്. ഇപ്പൊ നമ്മൾ അർച്ചാ വിഗ്രഹത്തിന് എന്ത് സമർപ്പിച്ചാലും അത് ആരിലാണ് കിട്ടുന്നത്? അത് ഭഗവാന് തന്നെയാണ് കിട്ടുന്നത്. കാരണം ഭഗവാന്റെ ഒരു അവതാരമാണത്. അംഗീകൃതമായ പ്രാതിനിധ്യമുള്ള ഒരു വിഗ്രഹ രൂപമാണെന്ത്? ഈ അർച്ചാ വിഗ്രഹം എന്ന് പറയുന്നത്. യേതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരഃ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസത്തെ തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് ഭവാമി ന ചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം. ഹേ പാർത്ഥ, എന്നാൽ എന്നെ എല്ലായ്പ്പോഴും ധ്യാനിച്ചുകൊണ്ട് സർവകർമ്മങ്ങളെയും എനിക്കായി അർപ്പിച്ചുകൊണ്ട് എന്നിൽ മനസ്സ് അചഞ്ചലമായി ഊന്നിക്കൊണ്ട് ഭക്തി സേവനത്തിൽ ഏർപ്പെട്ടു പോരുന്നവരെ ഞാൻ വേഗത്തിൽ ജനന മരണങ്ങളുടെ സമുദ്രത്തിൽ നിന്ന് കരകയറ്റും. അപ്പൊ ഇനിയുടെ ഭഗവാൻ എന്താ പറയുന്നത്? എന്നെ എല്ലായ്പ്പോഴും ധ്യാനിച്ചുകൊണ്ട്, ഭഗവാൻ പറയാണ്, എന്നാലും എന്നെ എപ്പോഴും ധ്യാനിച്ചുകൊണ്ട് സർവകർമ്മങ്ങളും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഭഗവാനിൽ മനസ്സ് അചഞ്ചലമായി മനസ്സൂന്നിക്കൊണ്ട് ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടു പോരുന്നവര്, അങ്ങനെയുള്ളവരെ ഞാൻ ഈ ജനന മരണങ്ങളുടെ സമുദ്രത്തിൽ നിന്ന് കരകയറ്റും. അപ്പോ ഈ ജനന മരണങ്ങളുടെ ഈ സംസാര സാഗരം, ഈ സാഗരത്തിൽ നിന്ന് ഭഗവാൻ കരകയറ്റും. എങ്ങനെയുള്ളവരെയാണ്? എപ്പോഴും ഭഗവാനെ ധ്യാനിച്ച് സർവകർമ്മങ്ങളും ഭഗവാന് സമർപ്പിച്ച് ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടു പോരുന്നവരെ ഭഗവാൻ എന്ത് ചെയ്യും? സംസാര സാഗരത്തിൽ നിന്ന്, ഈ സംസാരമാകുന്ന ഈ സാഗരത്തിൽ നിന്ന്, ഭവസാഗരം, നമ്മൾ ഈ ദുഃഖ സാഗരത്തിൽ നിന്ന് കരകയറ്റുമെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു പിക്ചർ തന്നിരിക്കുകയാണിത്. ഇത് നമ്മളുടെ ഒരു അവസ്ഥയാണ് പറഞ്ഞ, ഒരു ജീവാത്മാവിന്റെ ഒരു അവസ്ഥ. നമ്മൾ ഈ ഭൗതിക ലോകത്തില് നമ്മുടെ ഒരു അവസ്ഥയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ മൃത്യു സംസാര സാഗരത്തിൽ നമ്മൾ എങ്ങനെയാണ് സ്വയം മറന്നിവിടെ നിൽക്കണമെന്നാണ് പറയുന്നത്. അവിടെ നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാല് ഒരു മരം കാണാം, ആനയെ കാണാം, 2 എലികളെ കാണാം,
ഒരു ജീവാത്മാവാണ് ആ തൂങ്ങിക്കിടക്കുന്നത്. താഴെ കുളത്തില് സർപ്പങ്ങളുണ്ട്. ഭഗവാൻ തൊട്ടടുത്ത് കൈനീട്ടി നിൽക്കുന്നുണ്ട്. അത് മോളില് ഒരു തേനീച്ചക്കൂട് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ പിക്ചറിൽ കാണുന്നുണ്ട്. ഇതില് നമ്മള് ഈ മരം എന്ന് പറയുന്നത് ഭൗതിക പ്രകൃതിയാണ്. ഇതിൽ കാണുന്ന മരം ഭൗതിക പ്രകൃതി. ആ ഭൗതിക പ്രകൃതിയില് ആന കഴിഞ്ഞ ജന്മത്തില് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് ആന. കഴിഞ്ഞ ജന്മത്തില് നമ്മൾ ചെയ്ത കർമ്മഫലം ആന. പിന്നെ എന്താണ് പറഞ്ഞ, ഈ ജന്മത്തില് മരത്തില് തൂങ്ങിക്കിടക്കുന്നത് നമ്മള് ജീവാത്മാക്കളാണ്. മരത്തില് തൂങ്ങിക്കിടക്കുന്ന നമ്മള് ജീവാത്മാക്കള്. തൊട്ടടുത്ത് ഭഗവാൻ കൈനീട്ടി നിൽക്കുന്നുണ്ട്. 2 എലികളെ കാണുന്നുണ്ട്. ആ 2 എലികള് രാവും പകലും, വെളുത്തതും കറുത്തതുമായിട്ടുള്ള 2 എലികൾ എന്ന് പറയുന്നത് രാവും പകലും ആണ് 2 എലികള്. പിന്നെ ആ തേനീച്ചക്കൂട് കാണുന്നത്, തേനീച്ചക്കൂട് എന്ന് പറയുന്നത് തേനീച്ചകൾ എന്ന് പറഞ്ഞാല് നമ്മളെ എന്താണ് 2 നമ്മളെ കർമ്മഫലങ്ങൾ, അതായത് ദുഃഖങ്ങളായിട്ടുള്ള കർമ്മങ്ങളും സുഖങ്ങളായിട്ടുള്ള കർമ്മങ്ങളും. അപ്പൊ തേനീച്ചകള് ദുഃഖങ്ങളായിട്ടുള്ള കർമ്മഫലങ്ങളും, തേനീച്ചക്കൂട്ടിൽ നിന്ന് വല്ലപ്പോഴും തേനിട്ടിട്ട് വീഴും. നമ്മൾ സൂക്ഷിച്ചു നോക്കിയ ഒരു ഡ്രോപ്പ് പോലെ ഇങ്ങനെ കാണുന്നുണ്ടാവും മേലേന്ന് അല്ലെ. അത് സുഖങ്ങളായിട്ടുള്ള നമ്മുടെ കർമ്മഫലങ്ങളാണത്. സുഖങ്ങളായിട്ടുള്ള കർമ്മഫലം. തേനീച്ച എന്ന് പറയുന്നത് ദുഃഖങ്ങളായിട്ടുള്ള കർമ്മഫലം. താഴെ കുളത്തിൽ കാണുന്ന സർപ്പങ്ങള് മൃത്യുവിനെ അല്ലെങ്കിൽ അടുത്ത ജന്മത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. ഈ എലികൾ അവിടെ ഇരുന്നിട്ട് ആ വൃക്ഷത്തിന്റെ കൊമ്പ് കരണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഭൗതിക പ്രകൃതിയിൽ, അപ്പൊ കഴിഞ്ഞ ജന്മത്തിന്റെ പ്രതീകമാണ് ആര്? ആന എന്ന് പറഞ്ഞു നമ്മൾ അല്ലെ. ഈ ആന അവിടെ ആ മരത്തില് കുലുക്കാണ്. അതായത് പ്രകൃതിയിൽ, നമ്മൾ ഈ ഭൗതിക പ്രകൃതിയിൽ നമ്മളെ കഴിഞ്ഞ ജന്മത്തിനനുസരിച്ചാണ് നമ്മുടെ ഈ ജന്മത്തിന്റെ പ്രവർത്തികളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഈ ജീവാത്മാവ് എന്ത് ചെയ്യാണ്? ഈ വല്ലപ്പോഴും കിട്ടുന്ന സുഖത്തിന് വേണ്ടിയിട്ട് വല്ലപ്പോഴും, അതായത് തേനീച്ചയുടെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. തേനീച്ച കുത്തുന്നുണ്ട്. അതായത് തേനീച്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തില് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം, ദുഃഖങ്ങളായിട്ടുള്ള കർമ്മഫലങ്ങളാണ് തേനീച്ച. നമുക്ക് എന്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്? തേനീച്ച കുത്ത് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ സഹിച്ചു നിൽക്കുക. എന്തിനാണ്? വല്ലപ്പോഴും കിട്ടുന്ന തേനിന് വേണ്ടിയിട്ട്. ഈ ഇപ്പൊ നമുക്ക് കിട്ടുന്ന വല്ലപ്പോഴും കിട്ടുന്ന സുഖങ്ങൾ, അതാണ് എന്ത് തേൻ എന്ന് പറയുന്നത്. അപ്പൊ വല്ലപ്പോഴും കിട്ടുന്ന സുഖത്തിന് വേണ്ടി നമ്മൾ ആ തേനീച്ചയുടെ കുത്തും കൊണ്ട് സഹിച്ചവിടെ നിൽക്കുക. ആ തൊട്ടടുത്ത് ഭഗവാൻ നിൽക്കുന്നുണ്ട്. നമുക്കൊരു കൈ ഒന്ന് എത്തിച്ചാൽ ഭഗവാനെ നമുക്ക് പിടിക്കാം, ഭഗവാനെ നമുക്കറിയാം. പക്ഷെ നമ്മൾ അത് ശ്രമിക്കുന്നില്ല. ആ തേനിന് വേണ്ടി നമ്മൾ അവിടെ കഷ്ടപ്പെട്ട് തൂങ്ങി പിടിച്ച് കിടക്കാണ്. പക്ഷെ അവിടെ ഇപ്പുറത്ത് നമ്മുടെ രാവും പകലും നമ്മുടെ ആയുസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രല്ല, ആ മരത്തിന്റെ കൊമ്പ് അല്ലെ, അവിടെ എലികള് കാർന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ല. ഒന്നുകിൽ നമ്മൾ എന്ത് സംഭവിക്കും? ആ മരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞ് നമ്മൾ നേരെ എവിടേക്ക് വീഴും? അടുത്തൊരു ജന്മത്തിലേക്ക് അല്ലെങ്കിൽ മൃത്യുവിലേക്ക് വീഴും നമ്മള്. നമുക്ക് അതിന് എന്ത് ചെയ്യാം? രക്ഷപ്പെടാനായിട്ട് ആ കൈയൊന്ന് കൊടുത്താൽ മതി നമുക്ക് ഭഗവാന്, നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ എന്തുമാത്രം നോക്കുന്നുള്ളൂ? നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന ആ സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കി ഒന്നും ശ്രദ്ധിക്കാതെ നമ്മൾ എന്തുമാത്രം നോക്കി കിടക്കാണ്? ആ ഒരു സുഖം മാത്രം നോക്കി തൊട്ടടുത്തിരിക്കുന്ന ഭഗവാനെ കാണുന്നില്ല. നമ്മുടെ ആയുസ് കുറയുന്നതായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ രാവും പകലും പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടോ അതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്തിനാണ്? വല്ലപ്പോഴും കിട്ടുന്ന ഈ സുഖത്തിന്. അതാണ് നമ്മുടെ ഈ മൃത്യു സംസാര സാഗരത്തിൽ നമ്മളെ ജീവാത്മാക്കളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അല്ല, എന്തെങ്കിലും സംശയം ഉണ്ടോ അതില്? ഹരേ കൃഷ്ണ. മനസ്സിലായി മാതാജി. സർപ്പം എന്ന് പറയുന്നത് അടുത്ത ജന്മം, മരണം, അല്ലെങ്കിൽ നമ്മളെ ദുഃഖം അടുത്ത ജന്മത്തില്. സർപ്പമാണ് അടുത്ത ജന്മം. ആ കുളത്തില് സർപ്പ ആ കുളത്തിൽ വീണ എന്താ സംഭവിക്കാം? നമുക്ക് മരണപ്പെടും. നമ്മളെ അടുത്തൊരു ജന്മം. ഹരേ കൃഷ്ണ. അപ്പൊ ഇനി 8 മുതലുള്ള ശ്ലോകങ്ങള്, ഇനി 8 മുതല് 8, 9, 10, 11 വരെയാണ്. 8, 12 വരെ. 8, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120, 121, 122, 123,
ശ്ലോകങ്ങള്. ഇനി നമുക്ക് ഭക്തിയിലൂടെ എങ്ങനെ ഭഗവാനെ പ്രാപിക്കാം. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ അധ്യായത്തില് 2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു. ഒന്ന്, ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? ഭക്തി വേണം. ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഒരു ഭക്തന് മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു അല്ലെ. പിന്നെ ഭക്തിയിലൂടെ ഭഗവാനെ പ്രാപിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ 5 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം, അതിന്റെ അത് കുറയുന്നതിനനുസരിച്ച് ഓർഡർ അങ്ങനെ പോണത്. ഫസ്റ്റ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം, അങ്ങനെയാണ് അതിന്റെ ഓർഡർ. നമുക്ക് നോക്കാം. 5 കാര്യങ്ങൾ ഭക്തി നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു ഭക്തിയിലൂടെ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നമുക്കത് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മയ്യേ വാമന ആതസ്വ മയീം ബുദ്ധി നിവേശയ നിവശിഷ്യസി മയ്യേവ അഥ ഊർധം ന സംശയഃ. പരമദിവ്യോത്തമ പുരുഷനായ എന്നിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിയെ വ്യാപരിപ്പിക്കുക. അപ്രകാരം നീ എല്ലായ്പ്പോഴും എന്നിൽ തന്നെ വാഴുന്ന സംശയമില്ല. അപ്പൊ ആദ്യം തന്നെ പറയുന്നത് ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിയെ വ്യാപരിപ്പിക്കുക എന്നാണ് പറയുന്നത്. അത് അപ്പൊ എല്ലായ്പ്പോഴും നിനക്ക് എന്നിൽ തന്നെ വാഴാൻ സാധിക്കും, സംശയമില്ല. അപ്പൊ എങ്ങനെയാണ് മനസ്സുറപ്പിച്ച് ബുദ്ധിയെ വ്യാപരിക്കുക എന്ന് പറയുന്നത്? ഭഗവാന്റെ ഭക്തിയുടെ സേവനം ചെയ്തുകൊണ്ട്, ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട്, ഭഗവത് നാമം ജപിച്ച് ഭഗവത് സേവനം ചെയ്തുകൊണ്ട്, ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് സാധിക്കും? നമുക്ക് ഭഗവാനെ മനസ്സുറപ്പിച്ച് ബുദ്ധിയെ വ്യാപരിക്കാം. അപ്പൊ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഭക്തിയിൽ ചെയ്യേണ്ട കാര്യം പറയുന്നത് എന്താണ്? ഒന്നാമത്തെ ഏറ്റവും ശ്രേഷ്ഠമായത് പറയുന്നത് ഭഗവാന്റെ നാമം ജപിക്കാന്നുള്ളതും ഭഗവത്ഗീത ഭാഗവത പോലുള്ള ഗ്രന്ഥം പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പറഞ്ഞത്. ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിയെ വ്യാപരിപ്പിക്കുക എന്നാണ്. അപ്പൊ അത് അങ്ങനെ നിനക്ക് എന്ത് സാധിക്കും? എപ്പോഴും എന്നിൽ തന്നെ വാഴാനായിട്ട്, നിനക്കൊരു ഭക്തി പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. ഭഗവാന്റെ തിരുനാമത്തിനും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. ഭക്തൻ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ഉച്ചരിക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണനും അദ്ദേഹത്തിന്റെ അന്തരംഗ ശക്തിയും ആ നാവിന്മേൽ നൃത്തമാടുകയാണ്. ഭക്തൻ കൃഷ്ണനായി നൈവേദ്യം അർപ്പിക്കുമ്പോൾ ഭഗവാൻ സ്വയം അത് ആസ്വദിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ പറയണത് ബുദ്ധിയെ വ്യാപരിപ്പിക്കുക, അല്ലെ? ബുദ്ധിയെ വ്യാപരിപ്പിക്കുക, ഭഗവാനിൽ മനസ്സുറപ്പിക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെ, ഭഗവത്ഗീത ഭാഗവത പോലുള്ള ഗ്രന്ഥ പഠനത്തിലൂടെ. അപ്പൊ അതിന് ഇവിടെ പറയുന്നത് തന്നെ ഭഗവാനും ഭഗവാന്റെ ഭക്തനും നാമത്തിനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഭഗവാന്റെ നമ്മള് നാമം ജപിക്കുമ്പോ എന്താണ്? ഭഗവാനും ഭഗവാന്റെ അന്തരംഗ ശക്തിയായിട്ടുള്ള രാധാറാണിയും നമ്മുടെ നാവിന്മേൽ നൃത്തമാടുന്നു എന്നാണ് പറയുന്നത്. അപ്പോ പിന്നെ ഒരു ഭക്തൻ ഭഗവാന് വേണ്ടി നൈവേദ്യം അർപ്പിക്കുമ്പോഴോ ഭഗവാൻ അത് സ്വയം ആസ്വദിക്കുകയും ചെയ്യും. അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ എങ്ങനെ ഭക്തി ചെയ്യാന്ന് പറയണത്? നാമം ജപിക്കുക, ഭഗവത്ഗീത ഭാഗവതം വായിക്കുക. ഇതാണ് പറയുന്ന ആദ്യത്തെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം പറയുന്നത്. അപ്പൊ ഏതാണ്? അതാണ് പറയുന്നത് നമ്മള്. ഇനി ഇത് നിനക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിക്കും, ഈ പറഞ്ഞ കാര്യം ചെയ്യാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ രണ്ടാമത്തെ കാര്യം പറയാം. രണ്ടാമത്തെ ഓപ്ഷൻ പറയാണ്. ഫസ്റ്റത്തെ ഓപ്ഷനാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇനി അത് പറ്റുന്നില്ലെങ്കിൽ അടുത്തത് രണ്ടാമത്തെ. അപ്പൊ ഈ പറഞ്ഞ കാര്യം നമ്മൾ എന്താണ്? നാമം ജപിക്കുന്നു, ഭഗവത്ഗീത പഠിക്കുന്നു, ഭാഗവതം പഠിക്കുന്നു, ഇതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ട് പോകാം. ബുദ്ധിയെ എന്താ പറഞ്ഞത് ഇവിടെ? ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിയെ വ്യാപരിപ്പിക്കുക, ഭഗവാനിൽ മനസ്സുറപ്പിച്ചിട്ട് ബുദ്ധിയെ വ്യാപരിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേല് പറയുന്നത്. അപ്പൊ ഇത് നമ്മള് എന്താണ്? ഒരു ഭക്തൻ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഫസ്റ്റത്തെ പറയുന്നത്. ഈ രണ്ടാമത്തത് പറയണത് അഥ ചിത്തം സമാധാതും ശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതോ മാമി ചാതും ധനഞ്ജയ. ഇനി രണ്ടാമത്തെ കാര്യം പറയുന്നത്, അപ്പൊ ഒന്നാമത്തെ ബുദ്ധിയെ വ്യാപരിപ്പിക്കുക, ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിയെ വ്യാപരിപ്പിക്കാൻ പറഞ്ഞു. ഇനി അത് നിനക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ടാമത്തെ കാര്യം പറയുന്നത്, പ്രിയപ്പെട്ട അർജുന, ധനത്തെ ജയിച്ചവനെ, ധനഞ്ജയ എന്നാ പറയുന്നത്. ധനത്തെ ജയിച്ചവനെ, എന്നിൽ മനസ്സുറപ്പിച്ച് നിർത്താൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, അപ്പൊ നിനക്ക് എന്നിൽ മനസ്സുറപ്പിച്ചിട്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാ? ഭക്തിയോഗത്തിന്റെ നിബന്ധനകൾ അനുഷ്ഠിച്ച് എന്നെ പ്രാപിക്കാനുള്ള ആഗ്രഹം വളർത്തുക. അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു ഭഗവാനിൽ മനസ്സുറപ്പിച്ചിട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു, അല്ലെ? അപ്പൊ രണ്ടാമത്തത് മനസ്സുറപ്പിച്ച് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? അർജുനനോട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞത്? മനസ്സ് ചഞ്ചലമാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് അഭ്യാസത്തു കൗന്ദയ എന്ന് പറഞ്ഞില്ല. നീ എന്ത് ചെയ്യാ? അഭ്യസിക്കാനാ പറഞ്ഞത്, പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. നമ്മളോടും ഇവിടെ പറയണത് എന്താണ്? ആദ്യത്തെ മെത്തേഡ് ചെയ്യാനായിട്ട് മനസ്സുറപ്പിച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാ? അഭ്യസിക്കുക. അങ്ങനെ ഭക്തിയോഗത്തിന്റെ നിബന്ധനകൾ അനുഷ്ഠിച്ചുകൊണ്ട് എന്നെ പ്രാപിക്കാനുള്ള ആഗ്രഹം വളർത്തുക.
ഭക്തിയോഗത്തിന്റെ നിബന്ധനകൾ അനുഷ്ഠിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവത്ഗീത വായിക്കുക, ഭാഗവത ഗ്രന്ഥം, ഇതേപോലുള്ള കാര്യങ്ങള് അഭ്യാസത്തിലൂടെ ചെയ്യാനായിട്ട്, അഭ്യസിക്കുക. അതായത് നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ചെയ്യുക. അങ്ങനെയാണ് രണ്ടാമത്തെ പറയുന്നത്. അതായത് നമ്മളൊരു ഗുരുവിനെ സ്വീകരിക്കുക, അല്ലെങ്കിൽ ഗുരുവിലൂടെ, അല്ലെങ്കിൽ നമുക്ക് മാർഗനിർദ്ദേശം നൽകാൻ സാധിക്കുന്ന ഒരു വ്യക്തിയിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരാണ്. നമ്മൾ ആദ്യത്തെ ഒരു ദിവസം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ പതുക്കെ അതായത് നാമം ജപിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ആദ്യം കുറച്ച് ജപിക്കും. അങ്ങനെ ജപിച്ച് ഗ്രാജുവലി നമ്മൾ അതിലേക്ക് വരാണ്, അഭ്യസിച്ചുകൊണ്ട് വരുന്നു. ഇപ്പൊ നമ്മൾ ഭഗവത്ഗീത, ഭാഗവതം പോലുള്ള ക്ലാസ്സുകൾ, ഇപ്പൊ നമുക്ക് രാവിലെ ക്ലാസ് എന്നും എപ്പോഴും പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ ദിവസം കുറച്ച് എനിക്കും, പിന്നെ എനിക്കും, അങ്ങനെ ആയിട്ട് നമ്മൾ അഭ്യസിച്ചുകൊണ്ട് എന്തിലേക്ക് വരാണ്, ഇതിലേക്ക് വരുന്നത്. അപ്പൊ ഈ ഭക്തിയില് ഈ നിയാമക തത്വങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മള് കുറെ നിയമങ്ങളൊക്കെ ഉണ്ടാവും. ആ നിയമങ്ങളെല്ലാം പാലിച്ച് ഒരു ആചാര്യൻ പറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ഒരു ഗുരു പറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് മാർഗനിർദ്ദേശം നൽകാൻ സാധിക്കുന്ന ഒരു വ്യക്തി പറയുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, പതുക്കെ നാമജപവും ഭഗവത്ഗീത പഠനവും ഭാഗവത പഠനവും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നിലിട്ട് പോകും. അപ്പൊ പെട്ടെന്ന് നമ്മൾക്ക് ഉണ്ടാവുന്നില്ല, നമ്മളെ മനസ്സ് ഉറപ്പിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ എന്താണ്, ഇത് ചെയ്ത് വരുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും അവിടെ എന്ത് വരും, നമ്മൾ ഈ ഒന്നാമത്തെ പറഞ്ഞ അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അതാണ് അപ്പൊ രണ്ടാമത്തേല് പറയുന്നത്. അപ്പൊ ഒന്നാമത്തേല് പറഞ്ഞു നമ്മൾ മനസ്സുറപ്പിച്ച് ബുദ്ധിയെ വ്യാപരിപ്പിക്കുക, നാമം ജപിക്കുക, ഭഗവത്ഗീത, ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് നമുക്ക് ഭക്തി പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞു. രണ്ടാമത്തേല് പറഞ്ഞു നമുക്ക് അങ്ങനെ മനസ്സുറപ്പിച്ച് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അഭ്യാസത്തിലൂടെ നമ്മളത് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ പരിശീലിച്ചിട്ട് നമ്മൾ ഈ ലെവലിലേക്ക് എത്തിയാൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങള് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗുരുവിന്റെ, ഒരു ആചാര്യന്റെ ഒക്കെ നിർദ്ദേശപ്രകാരം അവർ പറയുന്നതനുസരിച്ച് കൊണ്ട് നമുക്ക് ഈ ഭക്തിയുത സേവനത്തിന്റെ നിബന്ധനകൾ അനുഷ്ഠിച്ചുകൊണ്ട് ഭഗവാനെ പ്രാപിക്കാം. അപ്പൊ അതാണ് രണ്ടാമത്തെ പറയുന്നത്. മനസ്സിലായി രണ്ട് കാര്യവും? മനസ്സിലായി. അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മള് സ്വമേധയാ ചെയ്തു പോകുന്നു. രണ്ടാമത്തെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ സഹായത്തോടെ നമ്മൾ ചെയ്യുന്നു, അത് അഭ്യാസത്തിലൂടെ ചെയ്യുന്നു. അപ്പൊ രണ്ട് കാര്യം നമ്മൾ പഠിച്ചു. ഇനി ഇതും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കും. ഇതും ചെയ്യാൻ പറ്റില്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം പറയുന്നത് എന്താണ്, അഭ്യാസേപ്യസ്യമർത്തി മത്കർമ്മ പരമോ ഭവ മദർത്ഥാമപി കർമാണി കുർവൻ സിദ്ധിമവാപ്സ്യസി. ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ നാമം ജപിച്ചിരിക്കാനും ഭഗവത്ഗീത ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും ഭാഗവതം ക്ലാസ് കേൾക്കാനും ഒന്നും സമയം ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ ഭയങ്കര തിരക്കുള്ള വ്യക്തികൾ ഉണ്ടാവും, ഒട്ടും സമയമില്ലാത്തവരുണ്ടാവും. അങ്ങനെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് പറയുന്നത് മൂന്നാമത്തെ കാര്യം. അപ്പൊ ഇതില് ആദ്യത്തത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠമായത്, രണ്ടാമത്തത് ഒന്നും കൂടി കുറഞ്ഞത്, അങ്ങനെ കുറഞ്ഞു വരാണ് ഓർഡർ. അപ്പൊ മൂന്നാമത്തിൽ എന്താ പറയുന്നത്, ഭക്തിയോഗത്തിന് വേണ്ട നിബന്ധനകൾ അനുഷ്ഠിക്കാൻ നിനക്ക് കഴിവില്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശ്രമിക്കൂ. എനിക്കായി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നിനക്ക് പരിപൂർണതയിലെത്താം. അപ്പൊ നമ്മൾ ആത്മസാക്ഷാത്കാരം നേടാനുള്ള, പരിപൂർണതയിലെത്താനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞു പോകുന്നത്. അപ്പൊ മൂന്നാമത്തെ കാര്യത്തിൽ പറയുന്നതാണ്, ഇനി അഥവാ നിനക്ക് നാമം ജപിക്കാനും പറ്റുന്നില്ല, ഭഗവത്ഗീത ക്ലാസ് കേൾക്കാനും പറ്റുന്നില്ല, ഭാഗവതം ക്ലാസ് പഠിക്കാനും പറ്റുന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യാ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കാം. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടും നിനക്ക് പരിപൂർണതയിലെത്താനായിട്ട് സാധിക്കും. അപ്പൊ മൂന്നാമത്തെ പറയുന്നത് ഭക്തിയോഗത്തിന്റെ നിബന്ധനകൾ അനുഷ്ഠിച്ചുകൊണ്ട് ഭഗവാന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. അതായത് അതിൽ പറയുന്നത് എന്തൊക്കെ പറയണത്, നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് നാമം ജപിക്കാൻ സമയമില്ല. ഇപ്പൊ ഇതിൽ ഒരു പേപ്പർ കട്ടിങ് കാണുന്നുണ്ട് അല്ലെ, ആൽഫ്രഡ് ഫോർഡ് കമ്പനിയുടെ ഉടമസ്ഥനാണ് അദ്ദേഹം. അംബരീഷ് ദാസ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതായത് ശ്രീല പ്രഭുപാദരുടെ ശിഷ്യനാണ് അദ്ദേഹം. ഇദ്ദേഹം ഇദ്ദേഹത്തിന് സമയമില്ല, ഇദ്ദേഹത്തിന് പക്ഷെ എന്തുണ്ട്, പൈസയുണ്ട്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യാ, ഇദ്ദേഹം നമ്മുടെ ഇസ്കോൺ അമ്പലം പണിയാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സഹായങ്ങൾ ചെയ്യാം. അവരെന്താ ചെയ്യുന്നത്, അവര് ഭഗവാന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനാ പറഞ്ഞില്ല. ഭഗവാന് വേണ്ടി പ്രവർത്തിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാനായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പൊ അതേപോലെ തന്നെ അമ്പലങ്ങൾ പണിയാൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങൾ, അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ, പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനായിട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പൊ മൂന്നാമത്തെ കാര്യം എന്താ പറയുന്നത്, നമുക്ക് ഇപ്പൊ നാമം ജപിക്കാനും നമുക്ക് ഭഗവത്ഗീത, ഭാഗവതം പോലുള്ള ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് മൂന്നാമത്തെ കാര്യം ചെയ്യാം. എന്താണ്, ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക. അതാണ് മൂന്നാമത്തെ പറയുന്നത്, ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് രണ്ടും സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ കാര്യം നമുക്ക് പറ്റാവുന്ന രീതിയിൽ
സമ്പന്നനായ ഒരു വ്യക്തിക്ക് സാധിക്കും നമുക്ക് ഭഗവാന് വേണ്ടി പ്രവർത്തിക്കാം. അതായത് ഭഗവാന്റെ ഇപ്പോ ഭഗവത്ഗീത ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നു. അതെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അമ്പലം പണിയാനായിട്ട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു, സ്ഥലം മേടിക്കാനായിട്ട് സഹായിക്കുന്നു, പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനായിട്ട് സഹായിക്കുന്നു, ഒരു ഓഫീസ് കെട്ടിടങ്ങൾ അതൊക്കെ ചെയ്യാനായിട്ടൊക്കെ നമ്മൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അതൊക്കെ എന്തിൽ വരും? മൂന്നാമത്തെ കാറ്റഗറിയിൽ വരും. ഇപ്പൊ രണ്ടാമത്തെ കാര്യം ചെയ്യാൻ സാധിക്കാത്തവർക്ക് എന്ത് ചെയ്യാം? മൂന്നാമത്തെ കാര്യം ചെയ്യും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? പരിപൂർണതയിൽ എത്താനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് മൂന്നാമത്തെ കാര്യം പറയുന്നത്. സമ്പന്നനായ ഒരാൾക്ക് കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാനായി ഒരു ഓഫീസോ ക്ഷേത്രമോ ഉണ്ടാക്കുന്നതിന് സഹായിക്കാം, അല്ലെങ്കിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് സഹായിക്കാം. ഇങ്ങനെ പ്രവർത്തിക്കാനുള്ള മേഖലകൾ പലതുമുണ്ട്. ഇത്തരം പ്രവർത്തികളിൽ താല്പര്യം വളർത്തിയെടുക്കേണ്ടതാണ്. തന്റെ കർമ്മഫലങ്ങൾ ഉപേക്ഷിക്കാൻ സാധിക്കാത്ത പക്ഷം അയാൾക്ക് അതിലൊരു ചെറിയ ശതമാനമെങ്കിലും കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുന്നതിനായി ചെലവാക്കാവുന്നതാണ്. കൃഷ്ണാവബോധത്തിന് വേണ്ടിയുള്ള ഈ സോമനസാലയുള്ള സേവനം ഈശ്വരപ്രേമത്തിന്റെ സമുന്നതിയിലെത്താനും പരിപൂർണത നേടാനും സഹായകമാകും. കൂടെ സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിക്ക്, ഇപ്പൊ പൈസ ഉണ്ടെങ്കിൽ സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിക്ക് കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യാം? ഓഫീസോ ക്ഷേത്രങ്ങളോ ഉണ്ടാക്കാനായിട്ട് സഹായിക്കാം, പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സഹായിക്കാം. അങ്ങനെ പലതരത്തിലും നമുക്ക് എന്ത് ചെയ്യാം? സഹായങ്ങൾ ചെയ്യാം. ഇതൊക്കെ എന്താണ്? ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. തന്റെ കർമ്മത്തിന്റെ ഫലങ്ങൾ ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു വ്യക്തി കർമ്മം ചെയ്യുന്നു, അതിന്റെ ഫലം ആഗ്രഹിക്കുന്നു. നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് പൈസ കിട്ടും. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഒരു ചെറിയ ശതമാനം നമുക്ക് കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാനായിട്ട് ചെലവാക്കാം. നമുക്ക് കിട്ടുന്ന പൈസയുടെ ശമ്പളത്തിന്റെ ഒരു ചെറിയ ശതമാനം കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാനായിട്ട് ചെലവാക്കാം. അപ്പൊ ഇത് സൊമ്മനസാലയായിരിക്കണം ചെയ്യുന്നത്. സൊമ്മനസാല ചെയ്യുന്ന ഈ സേവനം ഈശ്വരപ്രേമത്തിന്റെ സമുന്നതിയിലെത്താനും പരിപൂർണത നേടാനും സാധിക്കും. അപ്പൊ ഇത് ഭഗവാൻ നിർബന്ധം ഒന്നും പറയുന്നില്ല. എന്താ പറയുന്നത്? സ്വന്തം മനസ്സാല നമ്മൾ ചെയ്യേണ്ടതായിരിക്കണം ഈ സേവനം. അങ്ങനെ നമുക്ക് എന്ത് സാധിക്കും? പരിപൂർണത നേടാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ 3 കാര്യം പറഞ്ഞു. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു എന്താണ്? ഭഗവാന്റെ നാമജപം, ഭാഗവത ശ്രവണം, ഗീത. അതായത് ഭഗവാൻ മനസ്സുറപ്പിച്ച് ബുദ്ധിയെ വ്യാപരിപ്പിക്കുക എന്ന് പറഞ്ഞു. ഇനി അത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു ആചാര്യന്റെ, ഒരു ഗുരുവിന്റെ, അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠനായിട്ടുള്ള നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയുടെ നിർദ്ദേശത്തോടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഭക്തിയോഗത്തിന്റെ നിബന്ധനകൾ അനുഷ്ഠിച്ച് പ്രവർത്തിക്കുന്നു. നമ്മൾ ഈ പറഞ്ഞ നാമജപവും ഭാഗവത ശ്രവണവും ഭഗവത്ഗീത കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? ആ അഭ്യാസത്തിലൂടെ ചെയ്തു വരാം. നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് വരുന്നു. രണ്ടാമത്തെ പറഞ്ഞു. ഇനി അതും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ മൂന്നാമത്തെ എന്ത് ചെയ്യാം? ഭഗവാന് വേണ്ടി പ്രവർത്തിക്കാം. മൂന്നാമത്തെ പറഞ്ഞു ഭഗവാന് വേണ്ടി പ്രവർത്തിക്കാം. ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാല് അമ്പലം പണിയാൻ സഹായിക്കാം, പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ, ഓഫീസ് കെട്ടിടങ്ങൾ പണിയാൻ സഹായിക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ജോലി ചെയ്തിട്ട് അതിന്റെ ഒരു പങ്ക് നമുക്ക് എന്ത് ചെയ്യാം? കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാനായിട്ട് ചെലവാക്കാം. ഇത്രയും കാര്യങ്ങള് മൂന്നാമത്തേല് പറഞ്ഞു. ഇനി ഇതും പറ്റുന്നില്ല എന്ന് വെക്കും, ഇതും ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് നാലാമത്തെ കാര്യം എന്താ പറയുന്നത്? അഥൈതാപ്യശക്തോസി കർത്തുമത്യോഗമാശ്രിതഃ സർവകർമ്മ ഫലത്യാഗം തഥാ കുരു യഥാത്മവാൻ. ഇനി എന്നെ കുറിച്ചുള്ള ഈ ബോധത്തോടു കൂടി പ്രവർത്തിക്കുവാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ സർവകർമ്മ ഫലങ്ങളെയും ത്യജിച്ച് ആത്മസ്ഥിതനായി തീരാൻ ശ്രമിക്കുക. ഇനി ഇതും ചെയ്യാൻ പറ്റുന്നില്ലെന്നേക്ക്, അതും പറ്റില്ലെങ്കിൽ നീ എന്ത് ചെയ്യാ? കർമ്മത്തിന്റെ ഫലങ്ങളെല്ലാം ത്യജിച്ച് ആത്മസ്ഥിതനായിട്ട് തീരാൻ ശ്രമിക്കുക. ഇപ്പൊ മൂന്നാമത്തെ കാര്യം നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നാലാമത്തെ പറയണത് എന്നെ കുറിച്ചുള്ള ബോധത്തോടെ നിനക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം? സാമൂഹികമായിട്ടും ഗാർഹികമായിട്ടുള്ള കാരണങ്ങളോ തടസ്സങ്ങളുണ്ടെങ്കിൽ നമുക്ക് സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യാം. സർവകർമ്മ ഫലങ്ങളെയും ത്യജിച്ച്, കർമ്മത്തിന്റെ ഫലങ്ങളെ ത്യജിച്ച് ആത്മസ്ഥിതനായിട്ട് തീരാൻ ശ്രമിക്കാനാണ് പറയണത്. അപ്പൊ അതായത് കൃഷ്ണാവബോധ താല്പര്യം, നമുക്ക് കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് ആശുപത്രികള് അല്ലെങ്കിൽ സാമൂഹ്യ സ്ഥാപനങ്ങള്, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യാം? സംഭാവന കൊടുക്കാം, നമുക്ക് ദാനം കൊടുക്കാം. അങ്ങനെ നമുക്ക് എന്ത് സാധിക്കും? നമുക്ക് ആത്മസ്ഥിതനായിട്ട് തീരാനായിട്ട് ശ്രമിക്കാം. അതായത് സർവകർമ്മത്തിന്റെ ഫലം ത്യജിക്കാൻ ഇവിടെ പറഞ്ഞു. അപ്പൊ നമുക്കിപ്പോ സാമൂഹ്യ സേവനങ്ങള്, സാമുദായിക സേവനങ്ങള്, അത്തരത്തിലുള്ള പ്രവർത്തികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? സേവനം ചെയ്യാം.
നമുക്ക് അതിന് വേണ്ടിയിട്ട് പറഞ്ഞ കൃഷ്ണാവബോധ താല്പര്യത്തോടെ പ്രവർത്തിക്കണം. അതായത് ആ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നതായിരിക്കണം? ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളായിരിക്കണം, ജനക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളായിരിക്കണം, കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്നതായിരിക്കണം. അതായത് ഒരിക്കലും എന്തിനു വേണ്ടി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാവരുത്. അങ്ങനത്തെ സ്ഥാപനങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? സഹായങ്ങൾ ചെയ്യാം, ആശുപത്രികളിൽ സഹായം ചെയ്യാം. അത് ആശുപത്രികൾ എങ്ങനെയായിരിക്കണം? അവിടെ നമ്മള് ഈ പറഞ്ഞ രീതിയിൽ നടത്തുന്ന സ്ഥാപനങ്ങളായിരിക്കണം. മറ്റുള്ളവരെ ജനക്ഷേമമായിരിക്കണം ലക്ഷ്യം എല്ലാവരുടെ. അത് ആശുപത്രികള്, സാമൂഹ്യ സംഘടനകള്, സ്ഥാപനങ്ങള്, പിന്നെ സാമൂഹിക സേവനം, സാമുദായിക സേവനം, രാജ്യസേവനം, ഇതൊക്കെ എന്തിൽ വരും? ഈ പറഞ്ഞ 4ാമത്തെ കാര്യത്തിൽ പറയും. അങ്ങനെ നമുക്ക് നമ്മുടെ കർമ്മഫലങ്ങളെ നമുക്ക് ത്യജിച്ച് ആത്മസ്ഥിതനായിട്ട് ശ്രമിക്കാം. ഇത് നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് എന്താവും? അറിയാതെ തന്നെ നമ്മൾ പതുക്കെ പതുക്കെ നമുക്ക് എന്തിലേക്ക് കടക്കും? നമ്മള് ഈ നമ്മളെ പരിപൂർണതയിലേക്ക് കടക്കാനായിട്ട് സാധിക്കും എന്നാണ് 4ാമത്തേല് ഭഗവാൻ പറയുന്നത്. ഇനി ഇതും സാധിക്കുന്നില്ലെങ്കിലോ, ഈ 4ാമത്തെ കാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 5ാമത്തെ ലാസ്റ്റ് കാര്യം എന്താ ഭഗവാൻ പറയുന്നത്? ശ്രേയോ ഹി ജ്ഞാനം അഭ്യാസാത് ജ്ഞാനാധ്യാനം വിശിഷ്യതേ ധ്യാനാത് കർമ്മ ഫലത്യാഗ ത്യാഗ ചാന്തീരനന്തരം. ഇനി ഇതും പറ്റുന്നില്ലെങ്കിൽ അടുത്തത് പറയാണ്, നിനക്ക് ഇതും പരിശീലിക്കാൻ സാധ്യമല്ലെങ്കിൽ ജ്ഞാനാർജനത്തിന് ശ്രമിക്കുക, ജ്ഞാനം നേടാൻ ശ്രമിക്കുക. ജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠമാണ് ധ്യാനം, ധ്യാനത്തെക്കാൾ വിശിഷ്ടമാണ് കർമ്മഫലങ്ങളെ ത്യജിക്കൽ. എന്തെന്നാൽ ത്യാഗത്താൽ മനഃശാന്തി ലഭിക്കും. അപ്പോ ഏറ്റവും ലാസ്റ്റ് ഭഗവാൻ പറഞ്ഞത് എന്താണ്? ജ്ഞാനം നേടാൻ, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നേടാം. അപ്പൊ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ധ്യാനിക്കാനായിട്ട്, അതായത് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തെ നമ്മൾ ധ്യാനിക്കും. ധ്യാനത്തിലൂടെ നമുക്ക് എന്ത് സാധിക്കും? പരമാത്മാ സാക്ഷാത്കാരം. നമുക്ക് ഇഷ്ടമുള്ള ഭഗവാന്റെ രൂപത്തെയാണ് ധ്യാനിക്കുന്നത്. അങ്ങനെ നമുക്ക് സാക്ഷാത്കാരം നേടാനായിട്ട്, മനഃശാന്തി കൈവരിക്കാനും സാധിക്കും, പരമാത്മാ സാക്ഷാത്കാരം നേടാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇവിടെ 5ാമത്തെ ഭരണം എന്താണ്? നമുക്ക് ജ്ഞാനം നേടാനായിട്ടാണ് പറയുന്നത്. ജ്ഞാനം നേടാൻ ശ്രമിക്കുക. ജ്ഞാനത്തിലൂടെ നമുക്ക് ധ്യാനം ശ്രേഷ്ഠാകും. ധ്യാനത്തിലൂടെ നമുക്ക് ഇഷ്ടമുള്ള ഭഗവാന്റെ രൂപത്തെ ധ്യാനിച്ച് സാക്ഷാത്കാരം നേടാനായിട്ട് സാധിക്കും, മനഃശാന്തി കൈവരിക്കും. അപ്പൊ 5 കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. നമുക്ക് ഭക്തി ചെയ്യാനായിട്ടുള്ള എന്തൊക്കെയാ പറഞ്ഞത്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, മനസ്സുറപ്പിച്ച് ബുദ്ധിയെ വ്യാപരിപ്പിക്കുക, അല്ലെ? അതായത് നാമജപം, ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങള് പഠിക്കുക, വായിക്കുക, അതൊക്കെയാണ് ഇതില് 1ാമത്തെ പറഞ്ഞത്. അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അടുത്തെന്ത് പറഞ്ഞു? ഭക്തിയോഗത്തിന്റെ നിബന്ധനകൾ പാലിച്ച് നിബന്ധനകൾ അനുസരിച്ച് ചെയ്യാനായിട്ട് പറഞ്ഞു, അല്ലെ? അപ്പൊ നമ്മൾ അതെങ്ങനെ ചെയ്യാൻ സാധിക്കുക? ഈ പറഞ്ഞ കാര്യം തന്നെ, പക്ഷെ നമുക്ക് സ്വമേധയെ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മളൊരു ഗുരു പറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ഒരു ആത്മീയ ആചാര്യൻ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വ്യക്തി, അവർ പറയുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ഇത്തരത്തിലുള്ള ഇതിന്റെ നിയമനിബന്ധനകളെല്ലാം അനുസരിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു പോകുന്നു. അതാണ് 2ാമത്തത്. അതും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഭഗവാന് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലെ? ഭഗവാന് വേണ്ടി പ്രവർത്തിക്കാം. അപ്പൊ അതായത് അമ്പലങ്ങൾ പണിയാൻ സഹായിക്കാം. നമ്മൾ അതുപോലെ തന്നെ ഭഗവത്ഗീത, ഭാഗവതം പഠിക്കുന്ന ചിലപ്പോ കോളേജുകളുണ്ടോ പഠിപ്പിച്ചു കൊടുക്കുന്ന, അപ്പൊ അവിടെ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാം. ഭഗവത്ഗീത, ഭാഗവതം പുസ്തകം ഇല്ലാത്തവർക്ക് അത് മേടിച്ചു കൊടുക്കാൻ സഹായിക്കാം. പിന്നെ അതുപോലെ തന്നെ അമ്പലങ്ങൾ പണിയാൻ സഹായിക്കാം. പിന്നെ പുസ്തകം പ്രസിദ്ധീകരിക്കാനായിട്ട് സഹായിക്കാം. അങ്ങനെ നമുക്ക് സാധിക്കാവുന്ന രീതിയിലുള്ള എന്തൊക്കെ സഹായങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ അതൊക്കെ നമുക്ക് ഭഗവാന് വേണ്ടി ചെയ്യാം. അവിടെ ലക്ഷ്യം എന്തായിരിക്കണം? എപ്പോഴും അതിന്റെ ഭഗവാന് വേണ്ടിയിട്ടായിരിക്കണം. അതായത് ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഭഗവാന്റെ മഹത്വങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതായിരിക്കണം അതിന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം. അങ്ങനെ പ്രവർത്തിക്കാന്നാണ് 3ാമത്തെ പറഞ്ഞത്. ഇനി അതും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കർമ്മഫലങ്ങളെ തിരിച്ച് പ്രവർത്തിക്കാം. അവിടെയും എന്ത് ചെയ്യിക്കണം? അവിടെ എങ്ങനെ ഇരിക്കണം? കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്നതായിരിക്കണം. അത് ആശുപത്രികൾക്ക് സംഭാവനകൾ കൊടുക്കാം നമുക്ക്. പിന്നെ അതുപോലെ തന്നെ സാമൂഹ്യ സ്ഥാപനങ്ങള്, അല്ലെങ്കിൽ രാജ്യസേവനം, സമുദായ സേവനം, അത്തരത്തിലും നമുക്ക് എന്ത് ചെയ്യാം? സേവനങ്ങൾ ചെയ്തു കൊടുക്കാം, സഹായങ്ങൾ ചെയ്തു കൊടുക്കാം. പക്ഷെ ലക്ഷ്യം എന്തായിരിക്കണം? അവിടെയും ലക്ഷ്യം ആത്മസാക്ഷാത്കാരം, ജനക്ഷേമമായിരിക്കണം അവിടെ ലക്ഷ്യം. അല്ലാത്ത സ്ഥാപനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ അത് നമുക്ക് ഓപ്പോസിറ്റ് ആക്ഷൻ ആണ് നമുക്ക് അവിടെ സംഭവിക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? 4ാമത്തെ ചെയ്യാം. അതും പറ്റില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? സാക്ഷാത്കാരത്തിന് 5ാമത്തെ വഴി എന്താ പറഞ്ഞത്? ധ്യാനത്തിലൂടെ പരമാത്മ സാക്ഷാത്കാരത്തിലൂടെ നമുക്ക് എന്ത് സാധിക്കും? പൂർണ്ണത നേടാനായിട്ട് സാധിക്കും. അപ്പൊ 5 കാര്യങ്ങളിലൂടെ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും, ഭക്തി ചെയ്യാനായിട്ട് സാധിക്കുന്നൂടെ 5 കാര്യങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു. ഇപ്പൊ ക്ലിയർ ആയി 5 എണ്ണം എല്ലാവർക്കും? ക്ലിയർ ആയി. ഇനി അടുത്തത്
ഇനി അടുത്തത് ഭഗവാൻ ആരെ കുറിച്ചാ പറയണത്? അപ്പൊ നമ്മളിവിടെ ഭക്തിയെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു തന്നു അല്ലെ. ഇപ്പൊ നമുക്ക് നമ്മളെ സംശയം തീർന്നു, ഭക്തി എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ള സംശയം നമ്മളെ തീർന്നു. ഇനി അടുത്തത് ഒരു ഭക്തൻ ആരാണെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി ഉള്ള ശ്ലോകങ്ങളില് ഭക്തൻ ആരാണ്, എങ്ങനെയാണുള്ള വ്യക്തിയാണ് ഒരു ഭക്തൻ എന്ന് പറയാം എന്ന് നമുക്ക് നോക്കാം. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖാക്ഷമി സന്തുഷ്ട സതതം യോഗി യാതാത്മാ ദൃഢ നിശ്ചയഃ മയ്യർപ്പിത മനോബുദ്ധിർയോ മദ്ഭക്ത സമേ പ്രിയഃ. മാത്സര്യം കൂടാതെ ഫസ്റ്റ് എന്താ പറയണത്? മത്സര ബുദ്ധി ഉണ്ടാവാൻ പാടില്ല. ആദ്യത്തെ കാര്യം പറയണത് അതാണ്, മത്സര ബുദ്ധി ഉണ്ടാവാൻ പാടില്ല. നമുക്ക് ഒരിക്കലും മത്സര ബുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. സർവജീവസത്തകൾക്കും സുഹൃത്തായി ഒന്നിലും അവകാശബോധവും മിഥ്യാഹങ്കാരവും ഇല്ലാതെ സുഖദുഃഖങ്ങളിൽ സമനില കൈക്കൊണ്ട് ക്ഷമാശാലിയായി സദാ സംതൃപ്തനായി നിയന്ത്രിതാത്മാവുമായി മനസ്സും ബുദ്ധിയും എന്നിലുറപ്പിച്ച ദൃഢനിശ്ചയത്തോടെ ഭക്തിയുടെ സേവനം അനുഷ്ഠിക്കുന്ന ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അപ്പൊ ആദ്യം പറയണത് എന്താണ്? ഒന്ന് മത്സര്യ ബുദ്ധി ഉണ്ടാവാൻ പാടില്ല, മാത്സര്യം ഉണ്ടാവാൻ പാടില്ല. നമുക്ക് മത്സരം പാടില്ല ആരുമായിട്ട്. പിന്നെ എല്ലാ ജീവികളെയും സുഹൃത്തായിട്ട് കാണുന്നവനായിരിക്കണം. ഒന്നിലും അവകാശബോധം ഉണ്ടാവാൻ പാടില്ല. ഞാനാണ് എല്ലാത്തിന്റെയും അവകാശി എന്ന് ചിന്തിക്കരുത്. എല്ലാതും ആരുടെയാണ്? ഭഗവാന്റെയാണ്. മിഥ്യാഹങ്കാരം ഇല്ലാതെ, നമുക്ക് ഇല്ലാത്ത ഒന്നിനെ കുറിച്ചുള്ള ഒരു അഹങ്കാരം, ഞാനാണ് എല്ലാതും, എനിക്കാണ് എല്ലാതും അറിയുന്നതെന്ന് പറയുന്ന ഒരു അഹങ്കാരം, അതില്ലാതെ സുഖദുഃഖങ്ങളെ സമനിലയോടെ കൈക്കൊള്ളാം. സുഖം വന്നാലും ദുഃഖം വന്നാലും ഒരേപോലെ കാണാം. ക്ഷമാശാലിയായിരിക്കുക, സദാ സംതൃപ്തനായിരിക്കുക, നമ്മള് എല്ലാം കൊണ്ടും തൃപ്തനായിട്ടിരിക്കുക, നിയന്ത്രിത ആത്മാവായിട്ടിരിക്കുക, മനസ്സും ബുദ്ധിയും ഭഗവാനിൽ ഉറപ്പിച്ചുകൊണ്ട് ദൃഢനിശ്ചയത്തോടെ ഭക്തിയുടെ സേവനം അനുഷ്ഠിക്കുന്ന ഭക്തൻ ആരാണ്? ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്ന് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇനി അടുത്തതിലും ഭഗവാൻ എന്താ പറയുന്നത്? യസ്മാൻ നോ ദിജതോ ലോകോ ലോകോ നോ ദിജതോ ദിജതേജയഃ ഹർഷാമർഷ ഭയോധൈകർ മുക്തോ യാസാച മേ പ്രിയഃ. ആരാലാണോ ആർക്കും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തത്, അപ്പൊ ആരാല് ആർക്കും ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ആരാണോ ഏതൊരുവനാലും അസ്വസ്ഥനായി തീരാത്തത്, സുഖദുഃഖങ്ങളിലും ഭയോത്കണ്ഠങ്ങളിലും സമചിത്തനായിരിക്കുന്നത് ആരാണോ, അങ്ങനെയുള്ള എന്റെ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അപ്പൊ രണ്ടാമത്തത് എങ്ങനെ പറയണത്? ഒരു ഭക്തൻ എങ്ങനെയായിരിക്കും പറയണത്? മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നില്ല. അതായത് ഒരാളെ കൊണ്ട് ആരാലാണോ ആർക്കും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തത്, അപ്പൊ ഒരാളെ കൊണ്ട്, ആ ഭക്തനെ കൊണ്ട് ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കാതില്ല, അസ്വസ്ഥനായി തീരുന്നില്ല ഇയാളെ കൊണ്ട്. സുഖദുഃഖങ്ങളും ഭയോത്കണ്ഠകളും സമചിത്തനായിരിക്കണം. സുഖം വന്നാലും ദുഃഖം വന്നാലും ഭയം, ഉത്കണ്ഠ, ഇതിനൊക്കെ സമചിത്തതയോട് കൂടി കാണാൻ സാധിക്കാം. അങ്ങനെയുള്ള ഒരു ഭക്തൻ ആരായിരിക്കും? ഭഗവാന് പ്രിയപ്പെട്ടവനായിരിക്കും. അപ്പൊ ഒരു ഭക്തന്റെ ഗുണങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞു പോകുന്നത്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല, ഇയാളെ കാണുമ്പോൾ മറ്റുള്ളവർ അസ്വസ്ഥനാകുന്നില്ല, സുഖം വന്നാലും ദുഃഖം വന്നാലും ഭയം വന്നാലും ഉത്കണ്ഠ വന്നാലും സമചിത്തനായിരിക്കുക, ഒരേപോലെ ചിന്തിച്ചിരിക്കുന്ന ഭക്തൻ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഇനി അടുത്തതോ? അനപേക്ഷ ശുചിർ ദക്ഷ ഉദാസീനോ ഗതാവ്യതഃ സർവാരംഭ പരിത്യാഗി യോ മത് ഭക്ത സമേ പ്രിയഃ. സാധാരണ കർമ്മക്രമങ്ങളെ ഒന്നും ആശ്രയിക്കാത്തവനും വിശുദ്ധനും നിപുണനും ഉത്കണ്ഠ വ്യഥ എന്നിവയില്ലാത്തവനും ഫലം ഉദ്ദേശിച്ച് പ്രവർത്തിക്കാത്തവനുമായ എന്റെ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. മൂന്നാമത്തെ എന്താ പറയുന്നത്? സാധാരണ കർമ്മക്രമങ്ങളെ ഒന്നിനെയും ആശ്രയിക്കാത്തവൻ. സാധാരണയുള്ള നമ്മളെ പ്രവർത്തികൾ, അതായത് നമ്മൾ സാധാരണ കർമ്മം നമ്മൾ ഒന്നിനെയും ആശ്രയിക്കില്ല. അതായത് ചെയ്യുന്നത് മുഴുവൻ ആർക്കായിരിക്കും? ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിച്ച് ചെയ്യുന്ന സാധാരണ രീതിയില് ഒറ്റ കർമ്മക്രമങ്ങളെയും ആശ്രയിക്കുന്നില്ല. വിശുദ്ധനാണ്, നിപുണനാണ്, ഉത്കണ്ഠ വ്യഥ എന്നിവയില്ലാത്തവനാണ്. വിശുദ്ധനും നിപുണനും നമുക്ക് ഉത്കണ്ഠ ഉണ്ടാകുന്നില്ല, വ്യഥയുണ്ടാവുന്നില്ല, പിന്നെ ഫലം ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നുമില്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്കൊന്നും എന്താഗ്രഹിക്കുന്നില്ല? ഫലം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള ഭക്തൻ എന്താണ്? ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അപ്പൊ സാധാരണയുള്ള കർമ്മക്രമങ്ങളൊന്നും ആശ്രയിക്കുന്നില്ല, സാധാരണയുള്ള കർമ്മക്രമങ്ങളൊന്നിനെ ആശ്രയിക്കുന്നില്ല, വിശുദ്ധനും നിപുണനും ഉത്കണ്ഠയും വ്യഥയും ഇല്ല. അങ്ങനെയുള്ള ഒരു ഭക്തൻ ആരാണ്? ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഇനി അടുത്തതിൽ എന്താ പറയുന്നത്? യോന ഹ്യഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാൻ യാസമേ പ്രിയഃ. സന്തോഷിക്കുകയോ ദേഷിക്കുകയോ ദുഃഖിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാത്തവനും ശുഭങ്ങളെയും അശുഭങ്ങളെയും ത്യജിച്ചവനുമായിട്ടുള്ള ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അപ്പൊ സന്തോഷവും ഇല്ല, ദേഷ്യവും ഇല്ല, ദുഃഖവും ഇല്ല, സന്തോഷവും ഇല്ല, ദുഃഖവും ഇല്ല, ആഗ്രഹവും ഇല്ല. അതായത് സന്തോഷിക്കുന്നുമില്ല, ദേഷിക്കുന്നില്ല, ദുഃഖിക്കുന്നുമില്ല, ആഗ്രഹിക്കുന്നില്ല, ഒന്നുമില്ല. എല്ലാത്തിനെയും ഒരേപോലെ കാണാം.
ശുഭമായാലും അശുഭമായാലും അതിനെല്ലാം ത്യജിക്കുക. അങ്ങനെയുള്ള ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അപ്പൊ അതായത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒരുപോലെയാണ്, സുഖം വന്നാലും ദുഃഖം വന്നാലും ഒരുപോലെ, ശുഭമായാലും അശുഭമായാലും ഒരേപോലെ അങ്ങനെ കാണുന്ന വ്യക്തി, അങ്ങനെയുള്ള ഭക്തൻ ആരാണ്? ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഇനി എന്താ ഭഗവാൻ പറയണത്? സമശത്രോച്ച മിത്രേച്ച തഥാ മാനാപമാനയോഹോ ശീതോഷ്ണ സുഖ ദുഃഖേഷു സമാസംഗാവിവർജിതഃ തുല്യ നിന്ദാസ്തുതിർ മൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേത സ്ഥിരമതിർ ഭക്തിമാൻമേ പ്രിയോ നരഹ. ശത്രുക്കളിലും മിത്രങ്ങളിലും സമഭാവനയോടെ മാനാപമാനങ്ങൾ, ശീതോഷ്ണങ്ങൾ, സുഖദുഃഖങ്ങൾ, ആദരവ് അനാദരവ്, യശസ് ദുഷ്കീർത്തി എന്നീ ദ്വന്ദ്ങ്ങളെ ഒരേ വിധം കൈക്കൊണ്ട് അസത് സംഘത്തിൽ നിന്ന് എല്ലായ്പ്പോഴും മുക്തനും മൗനിയും ജ്ഞാനത്തിൽ ഉറപ്പിച്ചവനും സദാ സംതൃപ്തനുമായ ഗാർഹിക ബോധം ഉപേക്ഷിച്ച് ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഇവിടെ പറയണത് എന്താണ്? ശത്രുക്കളോടും മിത്രങ്ങളോടും സമഭാവനയോടെ കാണാം. ശത്രുക്കളെ കണ്ടാലും മിത്രങ്ങളെ കണ്ടാലും ഒരേപോലെ കാണാൻ പെരുമാറാൻ സാധിക്കാം. മാനിച്ചാലും അപമാനിച്ചാലും, നമ്മളൊരാൾ മാനിച്ചാലും അപമാനിച്ചാലും നമുക്ക് അതിന് ഒരേപോലെ കാണാൻ സാധിക്കുക. ശീതോഷ്ണങ്ങള്, തണുപ്പും ചൂടും ഒരേപോലെ, സുഖം ദുഃഖവും ആദരവും അനാദരവും യശസ് ദുഷ്കീർത്തി ഈ പറഞ്ഞ ദ്വന്ദ്ങ്ങളെ എല്ലാം ഒരേപോലെ കാണാൻ സാധിക്കുക. പിന്നെ അസത് സംഘത്തിൽ നിന്ന് എല്ലായ്പ്പോഴും മുക്തനായിരിക്കുക, മൗനിയായിരിക്കുക, ജ്ഞാനത്തിൽ ഉറച്ചവനായിരിക്കുക, സദാ സംതൃപ്തനുമായിട്ടിരിക്കുക, ഗാർഹികമായ ബോധം ഉപേക്ഷിച്ച് ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭക്തൻ. അങ്ങനെയുള്ള ഭക്തൻ ആരാണ്? ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്ന് ഭഗവാനോട് പറയുന്നു. യേതു ധർമ്മ്യാമൃതാമിതം യഥോക്തം പരിപാസത്തെ ശ്രദ്ധാനമത്പരമ ഭക്താസ്തേ ദീപമേ പ്രിയഃ. നാശരഹിതമായി ഭക്തിയുടെ സേവന മാർഗം പിന്തുടർന്ന് എന്നെ പരമലക്ഷ്യമാക്കിക്കൊണ്ട് വിശ്വാസത്തോടു കൂടി പൂർണ്ണമായും എന്നിൽ മുഴുകുന്നവർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അപ്പൊ ഭക്തിയുടെ സേവനം എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? നാശരഹിതമാണ്, ഒരിക്കലും നശിക്കാത്തതാണ്. എന്ത്? ഭക്തിയുടെ സേവനം എന്ന് പറയുന്നത്. അത് പിന്തുടർന്നുകൊണ്ട് ഭഗവാനെ പരമലക്ഷ്യമാക്കി വിശ്വാസത്തോടു കൂടി പൂർണ്ണമായും ഭഗവാനിൽ മുഴുകിയിരിക്കുന്നവൻ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അപ്പൊ ഈ ഭക്തിയുടെ സേവനം എന്ന് പറയുന്നത് ഒരിക്കലും നശിക്കാത്തതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ പരമലക്ഷ്യമാക്കി വിശ്വാസത്തോടു കൂടി പൂർണ്ണമായിട്ടും ഭഗവാനിൽ മുഴുകിയിരിക്കുന്നവൻ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധോഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്ത കോടി വൈഷ്ണവൃന്ദി കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗുരുദേവ് കി ജയ്. നിത്തായ് ഗൗര പ്രമാനന്ദേ. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഭഗവാന്റെ അഭിപ്രായത്തിൽ കൂടുതൽ പരിപൂർണതയുള്ളവരാരാണ്? ആരാണ് പരിപൂർണതയുള്ളവര്? വ്യക്തി രൂപത്തില് ഭഗവാനെ ആരാധിക്കുന്നവര് അല്ലെ? എങ്ങനെയുള്ളവർക്ക് പുരോഗമനത്തിന് പ്രയാസമാകുമെന്നാണ് ശ്ലോകം 5 ഭഗവാൻ പറയുന്നത്? ബ്രഹ്മരൂപത്തില്. 5ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ശാരീരികൾക്ക് അങ്ങനെ വ്യക്തവും വ്യക്തിശൂന്യവുമായ ഭാവത്തിൽ ആസന്നരായിരിക്കുന്നവർക്ക്. അവ്യക്തവും വ്യക്തിശൂന്യമായ ഭഗവാനെ അവ്യക്തമായ രൂപത്തില് ആരാധിക്കുന്നവർക്ക് ശാരീരികൾക്ക് ഈ വഴിക്കുള്ള മുന്നേറ്റം സദാ ദുഷ്കരമായിരിക്കും. അവ്യക്തമായ രൂപത്തില് വ്യക്തിശൂന്യമായ രൂപത്തില് ഭഗവാൻ ആരാധിക്കുന്നവർക്ക് പ്രയാസം കൂടുന്ന പറഞ്ഞത്. അർച്ചാ വിഗ്രഹത്തെ പറ്റി ശ്രീല പ്രഭുപാദർ എന്താ പറഞ്ഞത്? എന്തിനാണ് ഉപയോഗിച്ച് പറഞ്ഞത്? നമ്മള് പോസ്റ്റ് ബോക്സിനോടാണ് പറഞ്ഞത്. അത് പ്രാതിനിധ്യമുള്ള വിഗ്രഹം. അതായത് അർച്ചാ വിഗ്രഹം എന്ന് പറഞ്ഞാല് ഭഗവാന്റെ അവതാരം തന്നെയാണ്. നമ്മളെ ഈ ഭൗതിക പ്രപഞ്ചത്തില് ഉള്ള ഭഗവാന്റെ അവതാരങ്ങളാണ് എന്ത്? അർച്ചാ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കില്ല, പക്ഷെ അർച്ചാ വിഗ്രഹങ്ങളിലൂടെ നമുക്ക് എന്ത് സാധിക്കും? ഭഗവാനെ ദർശിക്കാൻ സാധിക്കും. അർച്ചാ വിഗ്രഹം എന്ന് പറയുന്നത് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ നമുക്ക് കാണാവുന്ന രീതിയിലുള്ള ഭഗവാന്റെ അവതാരമാണ് അർച്ചാ വിഗ്രഹങ്ങൾ. ഭൗതിക മൂലകങ്ങൾ കൊണ്ടാണത് നിർമ്മിക്കുന്നത്. 8 മുതൽ 12 വരെയുള്ള ശ്ലോകത്തിൽ ഭഗവാൻ എന്താ പറഞ്ഞത്?
ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിയെ വ്യാപിക്കുക. വ്യാപരിപ്പിക്കുക, ഭഗവത് നാമം ജപിക്കുക, നൈവേദ്യമൊക്കെ കൊടുത്തു ഗീതാപാരായണം. ഭക്തിയിലൂടെ ഭഗവാൻ എങ്ങനെ പ്രാപിക്കാം എന്നുള്ള വഴികളാണ് പറഞ്ഞത് അല്ലെ. ഏറ്റവും ഫസ്റ്റ് പറയണത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് അങ്ങനെ 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 രണ്ടാമത്തെ മനസ്സുറപ്പിച്ച് അഭ്യസിക്കുക, ബുദ്ധിയെ വ്യാപരിപ്പിക്കുക എന്ന് പറഞ്ഞത്. അതായത് നാമജപം, ഭാഗവതം, ഭഗവത്ഗീത ഒക്കെ പഠിക്കുന്നതൊക്കെയാണ് അത് പറഞ്ഞത്. അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അഭ്യാസത്തിലൂടെ അത് ചെയ്യുക. രണ്ടാമത്തത്, ഇനി അതും പറ്റില്ലെങ്കിൽ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കാൻ പറഞ്ഞു അല്ലെ. സ്ഥാപനങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. മൂന്നാമത്, ഇനി അതും സാധിച്ചില്ലെങ്കിൽ നാലാമത്തെ എന്ത് പറഞ്ഞു ഭഗവാൻ? സാമുദായിക സേവനം, സേവനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സാധിക്കും. പക്ഷെ അവിടെ ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ എപ്പോഴും ഉണ്ട്. അവിടെ പറയുന്നുണ്ട് എന്താണ്, എങ്ങനെ പ്രവർത്തിക്കുന്നതായിരിക്കണത്? ജനക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കണം അത് എപ്പോഴും, അല്ലാണ്ട് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയുള്ളതായിരിക്കരുത്. അഞ്ചാമത്തെ, അതും പറ്റില്ലെങ്കിൽ അഞ്ചാമത്തെ ഭഗവാൻ എന്ന് പറഞ്ഞു, ജ്ഞാനം നേടാൻ ശ്രമിക്കും. ഭഗവാന്റെ രൂപം. പിന്നെ ഭഗവാനെ ധ്യാനിച്ച് ധ്യാനത്തിലൂടെ സാക്ഷാത്കാരം നേടാനായിട്ട് സാധിക്കും. അങ്ങനെ 5 തരത്തിൽ പറഞ്ഞു. ഇനി ഭക്തൻ, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ എങ്ങനെയുള്ളവനാണെന്ന് പറഞ്ഞ ഒരു ഭക്തന് വേണ്ട ഗുണങ്ങളാണ് പിന്നെ പറയുന്നതല്ല അല്ലെ. ബുദ്ധി പാടില്ല, ബുദ്ധി പാടില്ല, നിത്യഹങ്കാരം പാടില്ല, ക്ഷമാശാലി, സമനില വേണം, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല, ക്ഷമാശീലം ഉണ്ടായിരിക്കണം, ദൃഢനിശ്ചിതനായിരിക്കണം, സന്തോഷവും ദുഃഖവും ആഗ്രഹവും എല്ലാം ഒരുപോലെ കാണുന്നവൻ, കാണാൻ സാധിക്കണം, ശത്രുവിനെയും മിത്രനെയും ഒരേപോലെ കാണണം. പിന്നെന്താ പറഞ്ഞത്? സാധാരണ കർമ്മത്തിനൊന്നും ആശ്രയിക്കാതെ വിശുദ്ധനും നിപുണനും ഫലം ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവനും. അതെ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഭക്തനാണ് ഭഗവാൻ ഏറ്റവും